66,139. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 3,05,262. വിജയശതമാനം 83.37. സ്കൂൾ കേരള ഓപ്പൺ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 69,600. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 20,193. വിജയശതമാനം 31.89. റെഗുലർ വിദ്യാർത്ഥികളുടെ കോമ്പിനേഷൻ അടിസ്ഥാനത്തിലുള്ള വിജയശതമാനം: സയൻസ് 86.25%, ഹ്യൂമാനിറ്റീസ് 75.25%, കോമേഴ്സ് 83.96%, ടെക്നിക്കൽ 79.08%, ആർട്ട് 86.08%. സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂളുകൾ 80.69% വിജയം, എയ്ഡഡ് മേഖല 87.06%, സ്പെഷ്യൽ സ്കൂൾ 97.4%, ടെക്നിക്കൽ 79.08%, ആർട്ട് 86.08%. റിസൾട്ടിൻ്റെ ചില വശങ്ങൾ കൂടി. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല 87.22% കണ്ണൂർ. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല 77.65% പത്തനംതിട്ട. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 83. അതിൽ സർക്കാർ സ്കൂളുകൾ 8, എയ്ഡഡ് സ്കൂളുകൾ 21, സ്പെഷ്യൽ സ്കൂൾ 7. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം 53,703 പേർ. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല വയനാട് 8,854 പേർ. മുഴുവൻ A+ നേടിയ കുട്ടികളുടെ എണ്ണം 11,829. 1200 മാർക്കും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ എണ്ണം 153. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ A+ ഗ്രേഡിന് അർഹമാക്കിയ ജില്ല എറണാകുളം 1,261 പേർ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സ്കൂൾ SVHSS പാലേമേട് മലപ്പുറം 738 പേർ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സർക്കാർ സ്കൂൾ GHSS തിരൂരങ്ങാടി മലപ്പുറം 626 പേർ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ എയ്ഡഡ് സ്കൂൾ SVHSS പാലേമേട് മലപ്പുറം 738. പ്രധാനപ്പെട്ട 1-2 തീയതികൾ: സേ പരീക്ഷ, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതിനപേക്ഷിക്കാനുള്ള അവസാന തീയതി 22/5/2017. സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് 7/6/2017 മുതൽ 13/6/2017 വരെ. പ്രായോഗിക പരീക്ഷ 30/5/2017, 31/5/2017. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 25/5/2017. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം: ഹയർ സെക്കൻഡറിയിൽ ഈ വർഷത്തെ 1-ാം വർഷ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം മെയ് മാസത്തിൽ തന്നെ നടത്തുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം: റെഗുലർ വിഭാഗം. ഇതിലാകെ പരീക്ഷ എഴുതിയവർ 29,427 ആണ്. അതിൽ
പാർട്ട് 1, 2, 3 ഇതെല്ലാം വിജയിച്ചവർ 23,983, അതായത് 81.5%. പാർട്ട് 1ഉം 2ഉം വിജയിച്ചവർ 25,540, വിജയശതമാനം 86.79. ഏറ്റവും ഉയർന്ന വിജയശതമാനം നേടിയ ജില്ല പാർട്ട് 1, 2, 3 അതിലേറ്റവും കൂടുതൽ വിജയശതമാനം നേടിയത് തിരുവനന്തപുരം. പാർട്ട് 1ഉം 2ഉം ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ല വയനാട്. ഏറ്റവും കുറഞ്ഞ വിജയശതമാനം നേടിയ ജില്ല പാർട്ട് 1, 2, 3ഉം പാർട്ട് 1, 2ഉം രണ്ടിലും പത്തനംതിട്ട. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം പാർട്ട് 1, 2, 3 31 സ്കൂളുകൾ. പാർട്ട് 1, 2 എല്ലാ വിദ്യാർത്ഥികളും ജയിപ്പിച്ചത് 46 സ്കൂളുകൾ. അതിൽ സർക്കാർ സ്കൂളുകൾ പാർട്ട് 1, 2, 3 വിജയിച്ചത് 24 സ്കൂളുകൾ, പാർട്ട് 1, 2 ജയിച്ചത് 36 സ്കൂളുകൾ. എയ്ഡഡ് സ്കൂളുകളിൽ പാർട്ട് 1, 2, 3 എല്ലാ വിദ്യാർത്ഥികളും ജയിച്ചത് 7 സ്കൂളുകൾ, പാർട്ട് 1, 2 എല്ലാ സ്കൂളുകളെയും വിജയിപ്പിച്ചത് 10 സ്കൂളുകൾ. ബധിര മൂക സ്കൂൾ GVHSS കുന്നംകുളം, അതും പാർട്ട് 1, 2, 3 അതിൽ 100% വിജയം കരസ്ഥമാക്കി. +2 പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. +2 പരീക്ഷയിൽ 83.37% വിജയം. സർക്കാർ സ്കൂളുകളിൽ 80.69% വിജയം. എയ്ഡഡ് സ്കൂളുകളിൽ 87.06% വിജയം. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ജില്ല കണ്ണൂരാണ്, 87.22. പക്ഷേ SSLC പരീക്ഷയിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച പത്തനംതിട്ട ജില്ല +2 പരീക്ഷയിൽ പുറകോട്ട് പോയിരിക്കുന്നു. 77.65% വിജയമാണ് പത്തനംതിട്ടയ്ക്ക്. സംസ്ഥാനത്തെ ഏറ്റവും കുറവ് വിജയശതമാനവും പത്തനംതിട്ടയിലാണ്. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം 83 ഇതിൽ സർക്കാർ സ്കൂളുകൾ 8 മാത്രമാണ്. ഈ മാസം ഇംപ്രൂവ്മെൻറ്റിനും സേ പരീക്ഷയ്ക്കും അപേക്ഷിക്കാം. അവസാന തീയതി 22-ാം തീയതിയാണ്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാം നടക്കുന്ന തീയതികൾ 7-6 മുതൽ 13-6 വരെയാണ് ഇംപ്രൂവ്മെൻറ്റ് സേ പരീക്ഷകൾ നടക്കുക. അടുത്ത മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ. അപേക്ഷിക്കേണ്ട അവസാന തീയതി 22-ാം തീയതിയാണ് ഈ മാസം.